അസ്സലാമു അലൈക്കും. സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്യാരറ്റ് കൊണ്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു സ്വീറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇത് ഉണ്ടാക്കാനായി 2 ക്യാരറ്റ് പീൽ ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വട്ടത്തിൽ മുറിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഈ ക്യാരറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഡെസിക്കനേറ്റ് കോക്കനട്ടാണ്. അത് എൻ്റെ കയ്യിലില്ലാത്തത് കാരണം നമ്മുടെ വീട്ടിലുള്ള തേങ്ങ 1 കപ്പ് എടുത്ത് ഒരു പാനിലിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇതിലൊരു പച്ച വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ ഉണ്ടാകുമല്ലോ, അത് പോകുന്നത് വരെ വേണം വറുത്തെടുക്കാൻ. പിന്നെ നമുക്ക് ഫ്ലെയിം വളരെ കുറച്ച് വേണം ഇത് ഒന്ന് വറുത്തെടുക്കാൻ, കാരണം കളറ് മാറാതെ വേണം നമുക്കിത് വറുത്തെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ തേങ്ങ വെള്ളമയൊക്കെ പോയിട്ട് നല്ലതുപോലെ തന്നെ കിട്ടും. ഇനി ഇത് ചൂടായി പോയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലതുപോലെ തന്നെ പൗഡർ പോലെ ആകും. അതാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ തേങ്ങ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് മാറ്റി വെക്കാം. ഈ സമയത്ത് തന്നെ ഞാൻ ക്യാരറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചൂട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതിൽ വരുന്ന വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ അൽഹംദുലില്ലാഹ് നല്ല സുഖമായിട്ട് പോകുന്നു. ഇനി ക്യാരറ്റിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടാം. പഞ്ചസാരക്ക് ഒരളവൊന്നുമില്ല, നമുക്ക് ഓരോരുത്തർക്ക് എത്രയാണോ മധുരം വേണ്ട അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പോളം മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. കട്ടയില്ലാതെ കഷ്ണങ്ങളില്ലാതെ വേണം അരച്ചെടുക്കാൻ. ഈ കുക്കറിൽ വന്ന വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫൈനായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്കൊരു 1/4 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ അരച്ചെടുത്ത ക്യാരറ്റ് ഒഴിച്ച് കൊടുത്ത് ഫ്ലെയിം ഓണാക്കി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ഈ സമയത്ത് ഏലക്കായ ആണെങ്കിൽ ഏലക്കായ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വാനില എസൻസാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് കുറുക്കിയെടുക്കുന്ന സമയത്ത് വാനില ചേർത്ത് കൊടുക്കുന്നതിനോട് കൂടി തന്നെ ഫുഡ് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, കാരണം ഇവിടെ നല്ല കളറുള്ള ക്യാരറ്റ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഫോട്ടോസിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കളറ് ചേർത്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാനായി ഒരു നുള്ള് ഉപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. വളരെ കുറച്ചേ ഇട്ട് കൊടുക്കാവുള്ളൂ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അടുത്തു നിന്നും പോവാതെ തന്നെ ഇളക്കണം, കാരണം അടി പിടിക്കാൻ സാധ്യത ഉണ്ടല്ലോ. പിന്നെ 1/4 സ്പൂൺ നെയ്യല്ലേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഏകദേശം ഒരു 20 മിനിറ്റ് ആയപ്പോൾ എൻ്റെ ക്യാരറ്റ് ഇതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ നല്ലതുപോലെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഷേപ്പിലായി കിട്ടും. ഞാനിവിടെ ഒരു ചെറിയ തവ വെച്ച് അതിന് കണക്കാക്കിയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെയൊന്നുമില്ല കേട്ടോ, നമുക്ക് ഏത് രൂപത്തിലാണോ വേണ്ടത് അതേപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ, കാരണം 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതുണ്ടാക്കാൻ. ക്യാരറ്റും തേങ്ങയും നമ്മൾ വീട്ടിൽ എപ്പോഴും ഉള്ളതാണല്ലോ. പിന്നെ ഈ ക്യാരറ്റ് കുക്ക് ചെയ്ത് ഇതൊന്ന് കുറുക്കിയെടുക്കുന്ന ഒരു ടൈം മാത്രം മതി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്തെന്നുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ മക്കൾക്കാണെങ്കിൽ മധുരം വളരെ ഇഷ്ടമാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മധുരം ഉണ്ടോ എന്ന് അവർ ചോദിക്കും. അപ്പം ഞാനുള്ള സമയത്തല്ലേ മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാനിങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലതും ഇതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം തേങ്ങയിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ ബദാമാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ചെറി ഉണ്ടെങ്കിൽ ഇതിലും ഭംഗിയുണ്ടാവും, നല്ലൊരു കളർഫുൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാനതില്ലാത്തതുകൊണ്ടാണ് ബദം വെച്ച് കൊടുത്തത്. അങ്ങനെ വെച്ച് കൊടുക്കണം എന്നൊന്നുമില്ല, എന്നാലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനി നാളെ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.